വിഷയക്ക് സ്ഥിരീകരിക്കട്ടെ. കൂട്ടുകാരെ, ഞാനിവിടെ പറയാൻ വന്നിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 വാക്യങ്ങളാണ്. യേശുവിൻ്റെ വംശാവലി. അബ്രാത്തിന്റെ പുത്രനായ ദാവീദും ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം. അബ്രാഹാം ഇസ്ഹാക്കിന്റെ പിതാവായിരുന്നു. ഇസ്ഹാക്ക് യാക്കോബിന്റെയും യാക്കോബ് യൂദായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. താമറിൽ നിന്ന് ജനിച്ച പാരസിന്റെയും സാറയുടെയും പിതാവായിരുന്നു യൂദ. പാരസ് എസറിന്റെയും എസറോൻ ആരാമിന്റെയും പിതാവാണ്. ആരാം അമിനാദാവിന്റെയും അമിനാദാവ് നഗോഷ്യകന്റെയും നഗോഷ്യകൻ സൽമോന്റെയും പിതാവായിരുന്നു. സൽമോ റെഗോബാമിൽ നിന്ന് ജനിച്ച ബോബസിന്റെയും ബോബസ് റൂത്തിൽ നിന്ന് ജനിച്ച അബാദിന്റെ അബാദ് ജസയുടെയും ജസ ദാവീദ് രാജാവിന്റെ പിതാവായിരുന്നു. ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്ന് ജനിച്ച സോളമന്റെ പിതാവായിരുന്നു. സോളമ റെഗോബാബിന്റെയും റോമ അബിയയുടെയും അബിയ അസായുടെയും അസം യോസഫത്തിന്റെയും പിതാവാണ്. യോസഫത്ത് യോറാമിന്റെ യോറാം ഓസിയയുടെയും ഓസിയ അഗാസിന്റെ അഗാസ് എസക്കിയുടെയും എസക്കിയ മനാസയുടെയും മനാസ് ആമൂസിന്റെ ആമൂസ് ജോസിയയുടെയും പിതാവായിരുന്നു. ബാബിലോൺ പ്രവാസകാലത്തിന് ജനിച്ച യാക്കോണിയായും സഹോദരന്മാരുടെയും പിതാവായിരുന്നു ജോസിയ. യാക്കോണിയ ബാബിലോൺ പ്രവാസകാലത്തിന് ശേഷം ജനിച്ച സലാത്തിയേൽ സെറോബാബിന്റെയും പിതാവായിരുന്നു. സെറോബാബ് അബിയൂദിന്റെയും പിതാവായിരുന്നു. അബിയു ഏലിയാക്കിമിന്റെയും ഏലിയാക്കിം അസോറിന്റെയും അസോർ സദോക്കിന്റെയും സദോക്ക് അക്കീമിന്റെയും അക്കീം മേലയാസറിന്റെയും മേലയാസർ മദാന്റെയും മദാൻ യാക്കോബിന്റെയും പിതാവായിരുന്നു. യാക്കോബ് മറിയത്തിന്റെ ഭർത്താവ് ജോസഫിന്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെട്ട യേശു ജനിച്ചു. അങ്ങനെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസകാലം വരെ 14, ബാബിലോൺ പ്രവാസകാലം മുതൽ ക്രിസ്തു വരെ 14 തലമുറകളാണ്. ആയിക്കോട്ടെ. താങ്ക് യു ജീസസ്.